بسم الله الرحمن الرحيم وإذ قلنا ادخلوا هذه القرية فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. പ്രിയങ്കരനും ആദരണീയമായ അധ്യക്ഷൻ ജനാബ് മോയിൻ ബാബ് സാബ് അവരുടെ കഴിഞ്ഞ 6 ദിനങ്ങളിലായി കാലികമായി അനിവാര്യമായ എന്തൊക്കെ നാം അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടന്നു വരുന്ന ഇന്നത്തെ വിഷയം ഒളിച്ചോടുന്ന പെൺകുട്ടി. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലക്ക് ഓരോ ദിവസവും എൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ആ ഘട്ടങ്ങളിലൊക്കെ പരിശോധന നടത്തിയപ്പോൾ ഒളിച്ചോടുന്ന പെൺകുട്ടിയോ വഴിതെറ്റിപ്പോകുന്ന പെൺകുട്ടിയോ അല്ല പ്രതി. യഥാർത്ഥ പ്രതികൾ അവരുടെ രക്ഷിതാക്കളാണ് എന്ന് കണ്ടെത്താൻ കഴിയും. എൻ്റെ മോള് കാണാനില്ല, വൈത്തിരി റിസോർട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്, ആരും അറിയാതെ ഒന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ നിരന്തരം ടെലിഫോൺ കോളുകൾ, വിവിധ മേഖലകൾ കുടുങ്ങിപ്പോയ, അല്ലെങ്കിൽ ഒളിച്ചോടിയ, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ അകപ്പെട്ടു പോയ പെൺകുട്ടികളുടെ ഇരകളുടെ രക്ഷിതാക്കൾ വിളിച്ചു പറയുന്ന ഫോൺ കോളിൻ്റെ വാചകമാണ് ഞാൻ പറഞ്ഞത്. അന്വേഷിച്ചാൽ അറിയാം, ഇദ്ദേഹം തന്നെ ദീനുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ അദ്ദേഹത്തോട് പലപ്പോഴും രക്ഷിതാക്കളോട് ചോദിക്കാറുണ്ട്, സ്വന്തം വീട്ടിൽ ദീനിയായ ചുറ്റുപാടുണ്ടാവില്ല, സമ്പാദിച്ച് കഴിക്കുന്ന ഭക്ഷണം ഹലാലാവില്ല, ഹലാലായ ഒന്നും കാണാൻ കഴിയാത്ത ഒരു കുട്ടിയെ മാത്രം ഹലാലാക്കി എടുക്കാൻ കഴിയുന്നത് എങ്ങനെയെന്ന് തിരിച്ചറിയേണ്ട സന്ദർഭങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, കഴിഞ്ഞ ഒരു ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചോ എന്നറിയില്ല, ബാംഗ്ലൂരിലേക്ക് പോയ തൻ്റെ പെൺകുട്ടി പഠിക്കുന്ന ബാംഗ്ലൂർ സ്ഥാപനത്തിലേക്ക് പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോയ രക്ഷിതാവ് തലേ ദിവസം ലോഡ്ജിലെത്തി അന്തി ഉറങ്ങുന്ന സമയത്ത് ഫോൺ ചെയ്ത് പറയുന്നു, എനിക്കൊരു ഗേൾ ഫ്രണ്ടിനെ വേണം. ഉടനെ ഹോട്ടൽ ഉടമ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഗേൾ ഫ്രണ്ട് വന്നു. ബെഡിൽ വന്ന് കിടക്കുമ്പോൾ അവരുടെ മുഖം മൂടി നിൽക്കുമ്പോൾ സ്വന്തം മകളാണ്. ഞെട്ടിത്തെറിച്ച രംഗം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ മാത്രം കാത്താപ്പോൾ നമ്മുടെ അഹിലുകാരെ കാക്കണം. അതിൻ്റെ ബാധ്യത നമുക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളല്ലാതെ മറ്റാരുമല്ല. പഠിക്കണം, അത്യാവശ്യമാണ്. പക്ഷേ പഠിക്കുന്നത് പോലെ പഠിക്കണം. പേരിന് വേണ്ടി ആവരുത്, മറിച്ച് അവരുടെ മൂല്യബോധം ഉയർത്തുന്നതിനും വിദ്യാഭ്യാസം, വിജ്ഞാനം കരസ്ഥമാക്കുന്നതിനും അത് ജീവിതത്തിൽ ഉപകരിക്കുന്നതിനും അതെല്ലാം നമുക്കൊരു ചിട്ടയും ഒരു അച്ചടക്കവും നമ്മുടെ ഇസ്ലാമിക ശിക്ഷണം എന്ന് പറയുന്ന ആ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടുള്ള ആ ഇസ്ലാമിക ശിക്ഷണത്തിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് സ്വർഗാവകാശിയായി നമുക്കും കുട്ടികളെയും കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്ന തിരിച്ചറിവ്. നമുക്കെല്ലാം കൈമോശം വന്ന് ദുനിയാവിലും ആഖിറത്തും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ എത്താതിരിക്കാൻ നമുക്കും നമ്മുടെ ഭാവി നമുക്കും അല്ലാഹു തൗഫീഖും സൗഭാഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനെല്ലാം നിമിത്തമായി സംഘടിപ്പിച്ച ഈ സംഘാടകർക്കും ഇതിനുവേണ്ടി ചെലവഴിക്കുന്നവർക്കും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്കും തക്കതായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരമകാരുണ്യം കരുണാനിശ്ചയമായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري
واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد. ബഹുമാനപ്പെട്ട ഈ പരിപാടി ഇന്ന് ഹ്രസ്വമാണെങ്കിലും വളരെ ചിന്തോദ്ദീപകവും പ്രധാനവുമായ തൻ്റെ അനുഭവത്തിൽ ഉണ്ടായ വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന, അതിലേറെ ചിന്തിപ്പിക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന വിഷയങ്ങളെ നമ്മെ തെര്യപ്പെടുത്തി ഉദ്ഘാടനം ചെയ്തെന്ന ബഹുമാനപ്പെട്ട നമുക്കേറെ പ്രിയങ്കരനായ സി മമ്മൂദ് സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട വാർദ്ധക്യത്തിലും സമരോത്സുകനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഇന്നത്തെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മൊയ്ൻ ബാബു സാഹിബ് അവർകളെ, ബഹുമാനപ്പെട്ട ഉമറാക്കളെ, നേതാക്കളെ, പ്രവർത്തകന്മാരെ, ഉലമാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹിൻ്റെ മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ പരിപാടി അല്ലാഹു തആല വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇന്ന് ഈ പറയുന്ന പരിപാടിയും പ്രസംഗവും ഈ വിഷയവും ഉമ്മത്തിനൊരു മാറ്റമുണ്ടാക്കാനുള്ള ഒരു വഴിയായി അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അല്ലാഹു തആല ഇതിനൊരു കേവലം ഒരു പണിയാകാതെ ഉമ്മത്തിനൊരു പ്രചോദനമാകാൻ പല വിഷയങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തത് അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഉമ്മത്തിന് വളരെയേറെ മാറ്റങ്ങളുണ്ടായ പല വിഷയങ്ങളും ഈ 10-13 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഈ പന്തലിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അത്തരം ഒരു വിഷയമാക്കി ഈ വിഷയത്തെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ. അതിനാവശ്യമായ കാര്യങ്ങൾ പറയാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ലക്ഷക്കണക്കായ ആളുകൾക്ക് ഇത് കാസറ്റ് വഴിയും ഇൻ്റർനെറ്റ് വഴിയുമായി ഇത് അല്ലാഹു തആല ഉപകരിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മളെ മക്കളെയും അല്ലാഹു സ്വർഗാവകാശികളിൽ പെടുത്തട്ടെ. മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല എവിടെയും ഖൈർ നൽകട്ടെ. ഫലസ്തീനിലും ഇറാഖിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു മുസ്ലിം ഉമ്മത്തിന് ഈ റമദാൻ അവസാനിക്കുന്നതിന് മുമ്പ് സന്തോഷത്തിൻ്റെ വാർത്തകളെ അല്ലാഹു കേൾപ്പിക്കട്ടെ. സന്തോഷത്തിൻ്റെ വാർത്തകൾ അല്ലാഹു കേൾപ്പിക്കട്ടെ. നമ്മുടെ സഹോദരിമാരെ മാനഭംഗപ്പെടുത്തുകയും കുട്ടികളെ കൊല്ലുകയും ചെയ്യുന്ന ജൂതന്മാരെ അല്ലാഹു തആല ദുനിയാവിൽ അവരുടെ യശസ്സും അവരുടെ ഇസ്സത്തും അവരുടെ ശക്തിയും അല്ലാഹു തുടച്ചു നീക്കട്ടെ. അവരുടെ ശക്തി, അവരുടെ കഴിവും എല്ലാം അല്ലാഹു തആല തുടച്ചു നീക്കട്ടെ. അവരെ അല്ലാഹു എല്ലാ രംഗത്തും പരാജയപ്പെടുത്തട്ടെ. അല്ലാഹു ലോകത്ത് നീതിയുടെയും ന്യായത്തിൻ്റെയും ഒരു ലോക നേതൃത്വത്തെ ഉയർന്നു വരാൻ അല്ലാഹു തആല സഹായിക്കട്ടെ. ഇവിടെയും നീതിയും ന്യായവും ഐക്യവും സ്നേഹവും സമാധാനവുമുള്ള ഒരു നല്ല നാളെ അല്ലാഹു നമുക്ക് പുലർത്തിത്തരട്ടെ. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ഈ 10-13 കൊല്ലം ചർച്ച ചെയ്ത വിഷയങ്ങളെ കൂട്ടത്തിൽ വളരെയേറെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഈ കൊല്ലം എന്ന് മാത്രമല്ല, കഴിഞ്ഞ പല കൊല്ലങ്ങളിലും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞതിൽ എനിക്കിങ്ങനെ തോന്നുക ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള വിഷയമാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് വരുന്നത് എന്നാണ്. ഇത് പഠിച്ചപ്പോൾ പോലും എനിക്കുണ്ടായത് ഒരു തരം മരവിപ്പാണ്. ചില വിഷയങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ആ പഠിക്കുന്ന സമയത്ത് തന്നെ ചില പ്രചോദനങ്ങൾ ലഭിക്കും. പക്ഷേ ഈ വിഷയം പഠിച്ചപ്പോൾ അത്യന്തം എനിക്കുണ്ടായിട്ടുള്ളത് ഒരു തരം മരവിപ്പാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ വിഷയത്തെ ശ്രദ്ധിച്ചെടുക്കുക എന്നുള്ളത് മറ്റേത് കാര്യം പോലെയുമല്ല. ഉദാഹരണത്തിന്, ഒരാൾ ദോഷിയായ മനുഷ്യന് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സാലിഹായി തീരാൻ കഴിയും. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് മക്കളെ നന്നാക്കിയെടുക്കാൻ കഴിയില്ല. ഇതാണ് ഞാനിതിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും മർമ്മപ്പെട്ട ഒരു പാഠം. ഇതിൽ വേദനയാണ് സത്യത്തിൽ. ഇതിൻ്റെ എല്ലാം അവസാനം ഉണ്ടായിത്തീരുന്നത് വേദനയാണ്. അതൊരു കർഷകനെ പോലെയാണെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കർഷകൻ വിത്ത് ശ്രദ്ധിച്ചില്ല,
പിന്നെ അയാൾ കൃഷിഭൂമിയും വേണ്ടത്ര പരിഗണിച്ചില്ല. അങ്ങനെ അയാൾ വിത്തെറിഞ്ഞു. അയാൾ കൃഷിഭൂമിയും ശ്രദ്ധിച്ചില്ല, വിത്തും ശ്രദ്ധിച്ചില്ല. വിത്ത് ഉണങ്ങേണ്ടത് പ്രകാരം ഉണങ്ങിയില്ല. വിത്തിൻ്റെതായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഒരു വിത്തിനെ വിത്താക്കിയെടുക്കുന്നതിന് വിത്തിൽ കാണിക്കേണ്ട ഒരുപാട് കാര്യങ്ങളും കർമ്മങ്ങളുമുണ്ട്. ഞാൻ അടിസ്ഥാനപരമായി ഒരു കാർഷിക കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നിങ്ങനെ വരും. സത്യത്തിൽ കൃഷി വിത്ത് എന്നതൊക്കെ ഖുർആൻ അടിക്കടി നമ്മോട് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഒരു കർഷകൻ വിത്ത് വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഫീൽഡിനെ ഉഴുതിമറിച്ച് ഭംഗിയാക്കുന്നതിലും വേണ്ടത്ര അയാൾ ഗൗനിച്ചില്ല. അങ്ങനെ അയാൾ വിത്തെറിഞ്ഞു. കരുത്തില്ലാത്ത വിത്തിങ്ങനെ വളർന്നു വന്നു. അതിങ്ങനെ കതിരിനോടടുത്തു, അല്ലെങ്കിൽ കതിരിനോടടുത്തു. ആ സന്ദർഭത്തിൽ അയാൾ ബോധവാനായി. ശരിയാവില്ലല്ലോ, നല്ല വിളവ് വേണ്ടേ. അപ്പുറവും ഇപ്പുറവുമുള്ള പാടങ്ങളിലൊക്കെ നല്ല പോലെ വിളഞ്ഞു തൂങ്ങി നിൽക്കുന്ന മനോഹരമായ കതിർക്കുലകൾ അയാളെ മോഹിപ്പിക്കുകയും താല്പര്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് അയാൾ കാര്യങ്ങളെ ഗൗരവമായി എടുത്തു. ഇതിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ എന്ന്. ഇനി അയാൾക്ക് ഒരു നിർവാഹമില്ല, ഇനി ഒരു നിർവാഹം അയാൾക്കില്ല. അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് മക്കളുടെ കാര്യം. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇവിടെ ഒരൊറ്റ കാര്യത്തിന് മാത്രമേ ചാൻസ് ഉള്ളൂ, ദുആ. അയാൾ ബോധവാനായതുപോലെ അയാളെ കുട്ടി ബോധവാനാകണം എന്ന ദുആ. അത് ഇലാഹിയായ ഒരു കാര്യം കൊണ്ട് ഉണ്ടായേക്കാം. അല്ലാത്ത ഒരു കർമ്മവും അയാൾക്ക് ഇനി ചെയ്യാൻ കഴിയില്ല. ഒരു കർമ്മത്തിനും അയാൾ വിജയിക്കില്ല. ഇത് വളരെ ഗൗരവമുള്ള വിഷയം. നമ്മൾ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണെന്ന് ധരിക്കുക തന്നെ ചെയ്യരുത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതായത് ഒന്നാം ദിവസം മുതൽ അയാൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ ആ പരാജയപ്പെട്ടത് കർഷകന്റെ കാര്യമാണ്. ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഓരോ സന്ദർഭത്തിൽ ചെയ്യേണ്ട വിളവുണ്ട്. വെള്ളമുണ്ട്, വളമുണ്ട്. വെള്ളം കിട്ടേണ്ട സമയത്ത് കിട്ടണം, വെള്ളം ഇല്ലാത്ത ഒഴിവാകേണ്ട സമയത്ത് ഒഴിവാകും വേണം. അതാണ് കൃഷി. വെള്ളം തന്നെ പാടില്ല, വെള്ളമില്ലായ്മയും പാടില്ല. ഇതാണ് കൃഷി. പിന്നെ വളം ചെയ്യേണ്ട സന്ദർഭത്തിൽ വളം ചെയ്യണം. വളം ചെയ്യേണ്ടതിനൊരു ഒറ്റ ദിവസം മുടങ്ങിയാൽ മതി. കർഷകന് കൃത്യമായി അറിയാം. വയനാട്ടിലെ ഒരു കാപ്പി കർഷകൻ എന്നോട് പറഞ്ഞു, കൊല്ലത്തിൽ ഒരൊറ്റ ആഴ്ച കാപ്പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. ആ ഒരാഴ്ചയിൽ മഴ പെയ്തു പോയാൽ ആ കൊല്ലത്തെ കാപ്പി പോയി. ആ വെള്ളം പാടില്ല. മഞ്ഞ് പെയ്ത് കിട്ടേണ്ട സമയമുണ്ട്. ആ സന്ദർഭത്തിൽ തന്നെ മഞ്ഞ് പെയ്ത് കിട്ടണം, അല്ലെങ്കിൽ അക്കൊല്ലത്തെ കാപ്പി പോകും. കാപ്പി ചെടി ഉണ്ടായതുകൊണ്ട് കാപ്പി ഉണ്ടാവില്ല. അതിന് നോക്കേണ്ട സമയത്ത് തന്നെ അത് വന്നിരിക്കണം. പിന്നെ ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നതുപോലെയാണ് സത്യത്തിൽ മക്കളുടെ കാര്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് പഠിച്ചപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വിഷയം പഠിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു വൈകാരികമായ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, മക്കൾ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച ഒരാളായിരുന്നു ഞാൻ. മക്കളുണ്ട് താനും. എനിക്ക് 9 മക്കളുണ്ട്. മക്കളുണ്ടാവാൻ വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുകയും മക്കളുണ്ടാവണമെന്ന് കൊതിക്കുകയും മക്കളുണ്ടാവാൻ വേണ്ടി കഅബയുടെ ഖില്ല തൂങ്ങിയിട്ട് ദുആ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. അത് അല്ലാഹു തആല സ്വീകരിക്കുകയും അങ്ങനെ ഞാൻ ദുആ ചെയ്യുന്ന സമയത്ത് എനിക്ക് 2 മക്കളേ ഉള്ളൂ. ഇന്ന് 9 മക്കളുണ്ട്. അപ്പോൾ അല്ലാഹു ആ ദുആ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. അതിനുശേഷമാണ് പിന്നെ കുറഞ്ഞ കൊല്ലങ്ങൾ കൊണ്ട് ധാരാളം മക്കളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ ആഴ്ചയിൽ ഗൗരവമായി ഇപ്പോൾ ചില പ്രധാനപ്പെട്ട സൈക്കാട്രിസ്റ്റുകളെ കണ്ടു, സൈക്കോളജിക്കൽ കൗൺസിലർമാരെ കണ്ടു. ഇത് ഞാൻ പഠിച്ചെടുക്കാൻ വേണ്ടി വളരെ ത്യാഗം ചെയ്തിട്ടുണ്ട് എന്നതും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്.
അവരൊക്കെ പോയി കണ്ട് അവരിൽ നിന്ന് ഗൗരവമായ ചില തീരുമാനങ്ങൾ, അവരുടെ ചിന്തകൾ, അവരിൽ നിന്ന് ഉള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ എനിക്കിതിന്ന് മനസ്സിലായ ഗൗരവമായ ഒരു കാര്യം, ഞാൻ മക്കളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ച ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നോ എന്ന് പോലും ഇന്നലെ ഞാൻ ആലോചിച്ചു പോയി. പഠിച്ചോനെ, മക്കളുണ്ടായിപ്പോയല്ലോ, ഇനി എന്താ ചെയ്യുക എന്നിങ്ങനെ ഒരു ചിന്ത. ഇത്രത്തോളം ഇത് ഗൗരവമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ദുആ ചെയ്യുമായിരുന്നോ എന്നൊക്കെ തന്നെ എനിക്കിങ്ങനെ തോന്നിപ്പോയി. ഞാൻ മക്കളുണ്ടായതിൽ പരിതപിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. പക്ഷെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി നോക്കുമ്പോൾ വളരെ പ്രശ്നമാണ്. നമുക്ക് സംഗതി വളരെ ശരിയാണ്. മമ്മൂട്ടി സാഹിബ് പറഞ്ഞത് വളരെ സത്യമാണ്. പക്ഷെ ആ സത്യത്തിന്റെ മുന്നിൽ ധാരാളം കടമ്പകളുണ്ട്. മമ്മൂട്ടി സാഹിബ് പറഞ്ഞേ, 2 പെൺകുട്ടിയെ ഒരാൾ നോക്കി നന്നാക്കിയാൽ അയാൾക്ക് സ്വർഗം കിട്ടുന്ന മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സദസ്സാണത്. ആ സന്ദർഭത്തിൽ മുസ്തഫ നബി പറഞ്ഞു, ഒരാൾക്ക് 3 പെൺകുട്ടികളുണ്ടായി, ആ 3 പെൺകുട്ടികളെ നല്ല രൂപത്തിൽ വളർത്തിയാൽ അയാൾക്ക് അത് മതി സ്വർഗത്തിന് എന്ന് പുണ്യ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരാൾ ചോദിച്ചു, വലോ കാന ലഹു ബിൻതൈനി യാ റസൂലല്ലാഹ്, അയാൾക്ക് 2 പെൺകുട്ടികളാണ് ഉണ്ടായിരുന്നെങ്കിൽ നബിയെ? ഫഖൽ നഅം. 2 പെൺകുട്ടികളെ നല്ല നിലക്ക് പോറ്റി വളർത്തിയിട്ട് നല്ല നിലക്കാക്കി കൊടുത്താലും ആ മനുഷ്യൻ അത് മതി സ്വർഗത്തിന് എന്ന് മുസ്തഫ നബി പറഞ്ഞു. പിന്നെ നബി ഒന്ന് ഇങ്ങനെ ഒരുങ്ങിയിട്ട് ഇങ്ങനെ ഇരുന്നു. നബി ഇങ്ങനെ ഇരുന്ന ഇരുത്തം കണ്ടാൽ അറിയാം ഒരാൾക്ക് 1 പെൺകുട്ടി മാത്രമേ ഉണ്ടായുള്ളൂ. ആ പെൺകുട്ടിയെ നല്ല നിലക്ക് പോറ്റി വളർത്തി നന്നാക്കി എടുത്താലും അയാൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറയാൻ ഞങ്ങൾ കിട്ടുമോന്ന് 1 പെൺകുട്ടി മാത്രമേ ഉണ്ടായുള്ളൂ. അതിനെ നല്ല നിലക്കാക്കിയാലും സ്വർഗം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ലഖാലനാം, അതേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരം പറയുമായിരുന്നു. പക്ഷെ ഈ പെൺകുട്ടികളെ കാര്യം പറയുമ്പോൾ ധാരാളം പെൺകുട്ടികളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ എൻട്രൻസിന് എഴുതും പോലെയാണ്. ഈ എൻട്രൻസിന് എഴുതുമ്പോഴുള്ള പ്രശ്നം, ശരി വന്നാൽ 1 മാർക്ക് കിട്ടും, എന്നാൽ അടുത്തത് തെറ്റ് വന്നാൽ കിട്ടിയ മാർക്ക് പോവുകയും ചെയ്യും, പുതിയ പിഴ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഈ എൻട്രൻസിൻ്റെ പ്രശ്നം. എൻട്രൻസിന് എഴുതാന്നുള്ളത് അതിൻ്റെ കണക്ക് അങ്ങനെയാണ്. അതൊരു വലിയ വിഷയമാണ് ഈ എൻട്രൻസിൻ്റെ. കിലുക്കി കുത്തുന്നാണ് അതിനെപ്പറ്റി പറയുക. ഒരു ശരിക്ക് ഒരു മാർക്ക് കിട്ടിയാൽ അടുത്ത തെറ്റിന് മൈനസ് മാർക്ക് കിട്ടും. അതായത് കിട്ടിയത് പോയിട്ട് വേറെ മൈനസ് മാർക്ക് വരും, പിഴയടക്കം എന്നതുപോലെയാണ്. അതായത് ഒരാൾക്ക് 4 പെൺകുട്ടികൾ ഉണ്ടായി, അല്ലെങ്കിൽ 3 ഉണ്ടായി, 2 ഉണ്ടായി, 1 നന്നാക്കിയപ്പോഴത്തേന് മറ്റത് പോയി എങ്കിൽ അത് എൻട്രൻസിന്റെ കളിയായിരിക്കും. അവസാനം അവിടെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഇത് വളരെ ചിന്തിക്കണം. ഇത് ഒരു പെൺകുട്ടി മാത്രമായ അവസ്ഥ മുസ്തഫ നബി ചോദിക്കുക, അല്ലാതെ 1 മാത്രം നന്നാക്കിയെടുക്കുന്ന അവസ്ഥയല്ല. പിന്നെ ഞാൻ ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു അംഗത്തുക പറഞ്ഞുതരാം, ഒരു മൊത്തം കാര്യത്തിൻ്റെ മർമ്മം പറഞ്ഞുതരാം. ഇതൊന്നും നമ്മളെ പഴയ കാലത്തെ ചർച്ചകളിൽ ഇല്ലാത്ത വിഷയങ്ങളാണ്, ഇന്ന് പുതിയതായി ഉരുത്തിരിഞ്ഞു വന്ന വിഷയങ്ങളാണ്. പഴയ കാലത്ത് ഉസ്താദുമാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ വിഷയങ്ങൾ സംസാരിച്ചാൽ മതി. കുറഞ്ഞ കാര്യം, നിസ്കാരം, നോമ്പ്, തഖ്വ, സിദ്ഖ്, അമാനത്ത്, ഹജ്ജിന് പോക്കൊന്നും കാര്യമായി പറയില്ല. കാരണം ഹജ്ജിന് പോകാൻ പറ്റിയ ആളുകൾ നാട്ടിൽ ഉണ്ടാവില്ല. ഹജ്ജ് ക്ലാസ് തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10, 20, 25 കൊല്ലം ആയിട്ടുണ്ടാവുള്ളൂ. അതിന് മുമ്പ് ഹജ്ജ് ക്ലാസ് എടുക്കാന്നല്ലാതെ ഹജ്ജിന് പോകാൻ ആളുണ്ടാവില്ല. കള്ളപ്പണം കൊള്ളപ്പണം വന്നപ്പോഴാണ് ഈ സംഗതികളും ഈ അമലുകളും എല്ലാം നാട്ടിൽ വർദ്ധിച്ചിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം. അങ്ങനെയാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ഹജ്ജിനെ ഇങ്ങനെ വലുതാക്കിയതും ഈ ഉംറയെ ഇങ്ങനെ വലുതാക്കിയതും സത്യത്തിൽ കള്ളന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ അടിസ്ഥാന സത്യമാണ്. ഹജ്ജ് നേരല്ലേ ആണ്, ഉംറ നേരല്ലേ ആണ്, ഒക്കെ നേരാണ്. നമ്മൾക്ക് ഒരു കാര്യം പറയാലോ, നമ്മളെ സമൂഹത്തിന് അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വ്യതിയാനമാണ് ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം. ഇതാണ് ഞാൻ ആകത്തുക ഇത് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആ വ്യതിയാനമുള്ള കാലത്തോളം നമുക്കിത് നന്നാക്കിയെടുക്കാൻ പ്രയാസമാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ആകത്തുക എന്നെ പോലത്തെ ഒരാൾ ഈ പ്രഭാഷണത്തിൽ ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ,
മൂക്കിൽ നമ്മൾ ഈ കോഴിത്തൂവലിട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കുക. എന്നിട്ട് കുട്ടിയോട് പറയാം, നമ്മൾ ഒരാളിങ്ങനെ മൂക്കിൽ കോഴിത്തൂവലിട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കുന്ന കർമ്മം നിർബാധം നടന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ പറയാ, മോനെ തുമ്മരുതേ, തുമ്മിപ്പോകരുതേ, തുമ്മിയാ നരകം കിട്ടുവേ, തുമ്മരുതേ എന്നിങ്ങനെ. അതിൽ എത്ര ആൾ തുമ്മാതിരിക്കും എന്നത് നമുക്ക് കണ്ടറിയണം. ഇതാണ് ഇപ്പൊ ഈ വാളിൽ, ഈ വാളിൽ തന്നെ അങ്ങനെയാണ്. അതിൽ അത്ര അർത്ഥമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊന്നും ഒരു നിലക്ക് നോക്കിയാലോ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. സൊസൈറ്റിക്ക് വന്നിട്ടുള്ള വ്യതിയാനാണ് പ്രശ്നം. ആ വ്യതിയാനത്തിലേക്ക് നമ്മൾ ഇങ്ങനെ വളരെ ദൂരത്തേക്ക് തിരിച്ചു പോകണം. കാലത്തോട് വാതിൽ തുറക്കാൻ വേണ്ടി യൂസഫ് അലി കേച്ചേരി പറയുന്ന ഒരു കവിതയുണ്ട്. എന്നിട്ട് കാലത്തിന്റെ അടിയിലേക്ക് ഞാൻ യാത്ര ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യൂസഫ് അലി കേച്ചേരിയുടെ ഒരു കവിത ഉണ്ട്. ആ കവിത ഞാൻ ഈ ആഴ്ച ഇങ്ങനെ ഒരാൾ പാടുന്നത് കേട്ടു. അപ്പൊ എനിക്ക് തോന്നുക, നമ്മൾ കാലത്തിന്റെ പുറകോട്ട് സഞ്ചരിക്കാതെ ഒരിക്കലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. സൊസൈറ്റിക്ക് വന്നിട്ടുള്ള വ്യതിയാനമാണ് അടിസ്ഥാന കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ ഈ വ്യതിയാനത്തിൽ നിലനിന്ന് കൊണ്ട് അതിൻ്റെ ഒരു ഇംഫിയാൽ എന്ന് പറയും. ഫിഅലും ഇംഫിയാലും. ഫിഅല് ഇംഫിയാല്, അടി ഫിഅലാണ്, വേദന ഇംഫിയാലാണ്. ഇപ്പോൾ നമ്മൾ വാഴ്ന്നു പറയുന്നത് അടി നടക്കും, അടി നടന്നുകൊണ്ടേ ഇരിക്കൊണ്ട് വേദനിക്കരുത് എന്ന് പറയലാണ്. അടി നടക്കുന്നുണ്ടെങ്കിലും വേദന സ്വാഭാവികമാണ്, ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നമ്മൾ ഇങ്ങനെ ഞാണിമ്മൽ കളി പോലെ ഒരു കളി കളിക്കും. ഈ കളിയിൽ രക്ഷപ്പെട്ടവൻ രക്ഷപ്പെടും. ഖലീലമ്മ വളരെ കുറഞ്ഞ ആളുകൾ രക്ഷപ്പെടും. കാരണം അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിൻ്റെ സാമ്പത്തികമായ വ്യതിയാനവും വർധനവിനെയും പുണ്യ റസൂൽ വെറുത്തത് ഇതുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാതെ ഈ ലോകത്ത് ഒരിക്കലും ഒരു നന്മക്കെതിരല്ലല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന ജീവിതത്തിൽ ഏറ്റവും ദുആ ചെയ്ത ആളാണ് പുണ്യ റസൂലുള്ളാഹ്. ഈ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനക്ക് തന്നെ നബി കൽപ്പിക്കുന്ന അർത്ഥം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആവറേജ് ഉള്ള ഒരു ജീവിതം പോവുക എന്നുള്ളത് മാത്രമായിരിക്കുന്നതാണ്. കാരണം ആ ആവറേജിന് അപ്പുറം നാശമാണ്. എണ്ണ കൊണ്ട് അപ്പം ചുടുന്നത് പോലെയാണ്. എണ്ണ കുറഞ്ഞു പോയാൽ ചട്ടിന്ന് കിട്ടൂല, എണ്ണ കൂടിപ്പോയാലോ അത് കഴിക്കാനും പറ്റൂല. അപ്പൊ എണ്ണക്കൊരു പരിവുണ്ട്. സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനം ഈ ലോകത്ത് അങ്ങനെയാണ്. അത് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ തകർന്ന് തരിപ്പണാവും. ഇനി ഇത് ഒരു വ്യക്തി സമ്പത്ത് കുറച്ചിട്ടും കാര്യമില്ല. ഇനി ഒരു വ്യക്തിയാണ് സമ്പത്ത് കുറച്ചു അത് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇതൊക്കെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു മനുഷ്യനെ കുറിച്ച് മുതലാണ് കുറവായതുകൊണ്ട് ഈ ലോകത്തെ അയാളെ മക്കൾ നന്നാവും? ഒരിക്കലും നന്നാവില്ല. ചിലപ്പോൾ അയാളെ മക്കളായിരിക്കും കൂടുതൽ നാശമാവുക. ഇത് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ബഹ്റൈനിൽ നിന്ന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ടുവന്നിട്ട് അത് റസൂലുള്ള വിതരണം ചെയ്യുന്ന പ്രഭാതത്തിൽ റസൂലുള്ള പറഞ്ഞൊരു വഅദ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ടുവന്ന് ബഹ്റൈനിലേക്ക് നിന്ന്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാനീ പറയുന്നത് ഒരു പിച്ചും ബായുമായിട്ട് നിങ്ങൾക്ക് തോന്നരുത്. പുതിയ ചെറുപ്പക്കാർക്ക് അങ്ങനെ തോന്നുള്ളൂ. എന്താണ് ഇയാൾ ഈ പറയുന്നത്? ഇത് ഞാനിത് പഠിച്ചിട്ടുള്ള ചില വിഷയങ്ങൾക്ക് നമ്മൾ വിഷയത്തിന് ഒരു ബാക്ക് ബോൺ ഉണ്ടാവും, അതിനൊരു നട്ടലുണ്ടാവും. അങ്ങനെയാണ് വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ചാക്കിൻ്റെ തുന്നി കഴിക്കും പോലെയാണ്. ഒരു ചാക്കിൻ്റെ തുന്നി കഴിക്കുന്ന തുന്നറിയുന്ന ഒരാൾക്ക് ചാക്കിൻ്റെ തുന്നിനെ ഒരു ചെറിയ നഖം കൊണ്ട് ഒന്നിങ്ങനെ പൊട്ടിച്ചിട്ട് ഒന്നിങ്ങനെ അറിവുള്ള ഒരാൾക്ക് ഇങ്ങനെ വലിച്ചാൽ ആ നൂല് ഇങ്ങനെ കിട്ടും. അപ്പുറത്തെ നൂല് ഇങ്ങനെ അടർന്ന് ചാടും. അതിലുള്ള അരി വളരെ കൃത്യമായിട്ട് അയാൾക്ക് ചരിക്കാൻ കഴിയും. ഒരു പ്രശ്നമില്ല. ചാക്കിൻ്റെ തുന്നിനെ പറ്റി അറിയാത്ത ഒരാൾ കത്തി എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ചാക്കിൻ്റെ മുകൾ ഭാഗത്ത് കീറും. അയാൾ ചാക്കും നശിപ്പിക്കും, തുന്നും നശിപ്പിക്കും, ചിലപ്പോൾ അരി വരെ അയാൾ നശിപ്പിക്കും. വിഷയങ്ങൾക്കൊരു ബാക്ക് ബോൺ ഉണ്ട്, ഒരു നട്ടെല്ല്. ഈ വിഷയത്തിൻ്റെ നട്ടെല്ല് സാമ്പത്തികമായ അഭിവൃദ്ധിയാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാന കാരണം.
അത് ഒരു മനുഷ്യൻ സമ്പത്ത് കുറച്ചിട്ട് കാര്യമില്ല. ആ മനുഷ്യൻ സൂഫിയായി നടക്കാനല്ലാതെ മക്കൾ സൂഫിയാവില്ലല്ലോ. സൊസൈറ്റിക്ക് മൊത്തം ഉണ്ടാകേണ്ടതാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് സമ്പത്ത് കൊണ്ടുവന്നിട്ട് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുന്ന സന്ദർഭത്തിൽ ഹബീബായ നബി പറയുന്ന വാക്ക്, ജനങ്ങളെ, ഞാൻ കുറച്ച് നേരം വൈകിച്ചത്, ഈ സമ്പത്ത് നിങ്ങൾക്ക് തരാൻ കുറച്ച് ഞാൻ നേരം വൈകിച്ചത് ഒന്നുമല്ല, നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ഈ സമ്പത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ്. ദാരിദ്ര്യം വരുന്നത് എനിക്ക് പേടിയില്ല. ദുനിയാവ് നിങ്ങളുടെ മേൽ വിശാലമായി തുറന്നു കിട്ടുന്നതിൽ ഞാൻ ഭയപ്പെടുകയാണ്. ദുനിയാവ് വിശാലമായി നിങ്ങൾക്ക് തുറന്നു കിട്ടിയാൽ അത് നിങ്ങളെ നശിപ്പിച്ചു കളയും എന്ന് പുണ്യ റസൂലുള്ളാഹി. ഇതാണ് എൻ്റെ പേടി. നിങ്ങൾക്ക് ഒരിക്കലും തുറന്നിട്ടാൻ പാടില്ല ദുനിയാവ്. ആ റസൂൽ എങ്ങനെ ദുനിയാവിനെ തുറന്നിട്ടാ? ആ അർത്ഥം ഉണ്ടാവില്ല. ആവറേജ് കഴിഞ്ഞു പോകുന്ന അവസ്ഥ റസൂൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ചിന്തിക്കണം. ധനാഢ്യന്മാരും ദരിദ്രന്മാരും ദരിദ്രന്മാരും ധനാഢ്യനും രണ്ടാളും നന്നായാലും, ധനാഢ്യനും ദരിദ്രൻ രണ്ടാളും നന്നായാലും സാലിഹായാലും, ദരിദ്രൻ സ്വർഗത്തിലെത്തിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ധനാഢ്യൻ സ്വർഗത്തിലെത്തൂ എന്നുള്ള ഹദീസ് ആയിരക്കണക്കിനാണ്. 1, 2, 10, 100 അല്ല. ധനാഢ്യനും സ്വാലിഹായി, ദരിദ്രനും സ്വാലിഹായി. ധനാഢ്യനും ദരിദ്രനും രണ്ടാളും സ്വാലിഹാണ്. അങ്ങനെയുള്ള സാലിഹ്യങ്ങളായ ധനാഢ്യനും ദരിദ്രനും തന്നെ ദരിദ്രൻ സ്വർഗത്തിലെത്തിയിട്ട് 500 കൊല്ലം കഴിഞ്ഞിട്ട് ധനാഢ്യൻ സ്വർഗത്തിലെത്തുന്ന മുത്ത റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? ഇത് അയാള് സാലിഹായിട്ട് കാര്യമല്ല, അയാളുമായി ചുറ്റിപ്പറ്റിയ മാഹൗലിൽ കുറെ പ്രശ്നം ഉണ്ടാവും. അയാളെ ഭാര്യ, അയാളെ മക്കൾ, ഇതൊക്കെ അതിൻ്റെ മാഹൗലിൻ്റെ മസ്ഊലിയത്താണ്. അപ്പോൾ പ്രശ്നം ഇത് വളരെ വലിയ പ്രശ്നമാണ്, വലിയ പ്രതിസന്ധിയാണ്. എനിക്ക് മനസ്സിലാവുന്നത്, ഇതൊക്കെ മനസ്സിലാവുന്നത് ഇതൊക്കെ തീരാനായിട്ടുണ്ടാവുന്നതാണ്. ഇതൊക്കെ അവസാനിക്കായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. അതിനെപ്പറ്റിയെങ്കിലും നമ്മൾ ബോധവാന്മാരാകണം. ഈ ഭൂമി അവസാനിക്കാൻ പോവുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഈ ഭൂമിക്ക് ഇനി വല്ലാതെ കാലമൊന്നും നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല, ഒരു മമ്മൂട്ടി സാഹിബ് തന്നെ പറഞ്ഞത്, ഞാനല്ലല്ലോ, മമ്മൂട്ടി സാഹിബ് പറഞ്ഞു. ആദ്യം പറഞ്ഞുകൊണ്ട് പറയാം, ഇതിൽ സംഭവങ്ങളൊന്നും ഉദ്ധരിക്കരുത് എന്ന് ഞാൻ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിന് ഞാൻ സമയമെടുക്കുന്നില്ല. കാരണം സംഭവത്തിൻ്റെ സെക്സും മറ്റൊന്നുമല്ല നമ്മളെ പ്രശ്നം. സംഭവം എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു സെലീന ചാടിപ്പോയ കഥ ഇന്ന് പറയൂല, അതെനിക്ക് ആവശ്യമില്ല. ഇന്ന് ഏകദേശം പ്രഭാഷണങ്ങളൊക്കെ ഇത്തരം വിഷയങ്ങളിലുള്ള സെക്സും അതുമായിട്ടുള്ള ഉത്കണ്ഠയും വർദ്ധിപ്പിച്ചിട്ട് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്ന പ്രഭാഷണങ്ങളും സമൂഹത്തിൽ ധാരാളമുണ്ട്. അതും സമൂഹത്തിന് ദോഷമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതും പ്രഭാഷകരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയും പ്രശ്നം ഞാൻ ഒരിക്കലും ഒരു സെലീനാൻ്റെ ചാടിപ്പോക്ക് ഇതിൽ പറയൂല. ഒന്ന്, അത് നല്ലതല്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ചീത്തയെ പരസ്യപ്പെടുത്തുന്നത് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമല്ല, ഒരിക്കലും. പ്രഭാഷകന്മാരും ഈ വിഷയത്തിൽ അവരുടെ ചില പ്രഭാഷണങ്ങളെ പെരുപ്പിച്ച് വരുന്ന പ്രഭാഷണങ്ങൾ, ഇന്നാലിന്ന കണ്ണൂരിൽ ഇന്നാലിന്ന അവിടെ ഇന്നാലിന്ന സലീന ചാടി, മൈമൂന വീണു എന്നൊക്കെ പറയുന്ന പ്രഭാഷണങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് കേൾക്കാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമുണ്ട് പുതിയ യുവാക്കൾക്കുണ്ട്. അതിൽ നിന്ന് ഒരളവോളം അവർ മനസ്സിലാക്കുന്നത് എങ്ങനെയൊക്കെ ചാടാൻ കഴിയും, എങ്ങനെ ചാടിക്കാൻ കഴിയും എന്ന് പഠിക്കുകയും ചിലപ്പോൾ ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്നുണ്ടാകാം എന്ന് പോലും എനിക്ക് തോന്നിപ്പോവുകയാണ്. അതൊന്നും ഇവിടെ വിഷയമാക്കില്ല. പിന്നെ മമ്മൂട്ടി സാഹിബ് പറഞ്ഞത് കൊണ്ട് പറയുക. മമ്മൂട്ടി സാഹിബ് പറഞ്ഞല്ലോ, കിടപ്പറയിലേക്ക് ഹോട്ടൽ മുറിയിലേക്ക് ഒരു ഗേൾ ഫ്രണ്ടിന് വേണം എന്ന് പറഞ്ഞ് ബാപ്പ ഫോൺ ചെയ്തപ്പോൾ വന്നതും ബാംഗ്ലൂരിൽ പോയിട്ട് ഇങ്ങനെ ഫോൺ ചെയ്ത് മകളെ കാണാൻ വേണ്ടി പോയതാണ്. പിന്നെ ഫോൺ ചെയ്തപ്പോൾ സ്വന്തം മകൾ തന്നെയാണ് കയറി വന്നത്. അഴുതുബില്ല, നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ അടുത്ത ഒരു കൗൺസിലർ, സൈക്കോളജിക്കൽ കൗൺസിലർ എന്നോട് പറഞ്ഞ, ഈ അടുത്ത് ഞാനുമായി വേദി പങ്കിട്ടപ്പോൾ പറഞ്ഞ ഒരു സംഭവം എന്നെ ചിന്തിപ്പിക്കുകയാണ്. അയാൾ പറഞ്ഞത്, അയാളുടെ ക്ലിനിക്കിൽ ഒരു മധ്യവയസ്കയായ സ്ത്രീയെ കൊണ്ടുവന്നു. ആ സ്ത്രീക്ക് മിണ്ടാട്ടം നഷ്ടപ്പെട്ടു പോയി, മിണ്ടുന്നില്ല.
കൊയിലാണ്ടിക്കാരനാണ് ഈ കൗൺസിലർ. കൊയിലാണ്ടിക്കാരനായ ഒരു കൗൺസിലർ അയാളുടെ ക്ലിനിക്കിൽ അയാളുടെ കൗൺസിലിങ്ങിന് വന്ന ഒരു മധ്യവയസ്കയായ സ്ത്രീക്ക് പെട്ടെന്ന് ശബ്ദം പോയി ഒച്ച കിട്ടുന്നില്ല, മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല. അങ്ങനെ ആ സ്ത്രീയുടെ ആങ്ങളെയും മറ്റും കൊണ്ടുവന്ന് പല കളിയും കളിച്ച് നോക്കിയിട്ടും മിണ്ടുന്നില്ല. അപ്പോൾ ഈ കൗൺസിലർ പെട്ടെന്ന് ഒരു പെണ്ണിനെ, ഒരു മധ്യവയസ്കയായ പെണ്ണിങ്ങനെ മരവിച്ച് ഇങ്ങനെ ഇരിക്കുക. അതിനെല്ലാം പോയി എല്ലാ വികാരവും എല്ലാ ചേതനയും നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ഇരിക്കുക ദിവസങ്ങളോളം. അവസാനം പല മരുന്നും ചെയ്തിട്ടും ശരിയായില്ല. അവസാനം കൗൺസിലറെ കാണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കൗൺസിലറുടെ അടുത്തേക്ക് വന്നു. ഇതൊരു മുസ്ലിമായ കൗൺസിലറാണ്. പലതും ചെയ്ത് നോക്കിയിട്ടും പലതും ഇയാൾ പഠിച്ച വിദ്യകളൊക്കെ പഠിപ്പിച്ച് നോക്കിയിട്ടും ഈ സ്ത്രീ സംസാരിക്കുന്നില്ല. അപ്പോൾ അമ്മാവനോട് ഈ സ്ത്രീയുടെ വീട്ടിലും ആരൊക്കെ ഉള്ളതെന്ന് അങ്ങനെ അപ്പം നോക്കുമ്പോൾ ഈ ഉമ്മയും മോനും മാത്രം താമസിക്കുന്ന വീടാണ് എന്ന് മനസ്സിലായി. അങ്ങനെ തൽക്കാലം അന്നവരെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഇതൊന്ന് വിശദമായി ഇയാൾ പഠിച്ച് നോക്കുമ്പോൾ ഇതിൽ +1 പഠിക്കുന്ന ഒരു കുട്ടി, പയ്യോളയിൽ പഠിക്കുന്ന ഒരു മോനാണ്. ആകെ മോനും ഉമ്മയും മാത്രം താമസമാണ്, ഉമ്മ വീട്ടിൽ. അങ്ങനെ കുടുംബമൊന്നും അറിയാതെ പയ്യോളി സ്കൂൾ വിടുന്ന നേരത്ത് ഈ കുട്ടിയെ പേരൊക്കെ പഠിച്ചിട്ട് ഇയാൾ പോയി കാണാൻ തീരുമാനിച്ചു. അങ്ങനെ സ്കൂളിൽ വിടുന്ന നേരത്ത് കുട്ടിയെ പോയി കണ്ട് കുട്ടിയെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോയി സംസാരിച്ച് ഇങ്ങനെ വിഷയത്തിൻ്റെ വാതിലട തുറന്നു. ഇയാൾ വിഷയത്തിൻ്റെ വാതിൽ തുറന്നു നോക്കുമ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു. വിഷയം എന്താ? അവൻ്റെ കൂട്ടുകാരനായ ഒരുത്തൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അന്ന് അവർ കുറച്ച് കൂടുതൽ മദ്യപിച്ചു. വീട്ടിൽ വന്നപ്പോൾ പിന്നെ തലക്ക് ലക്ക് കെട്ടിട്ടാണ്. ചില മദ്യം കഴിച്ചാൽ അങ്ങനെയാണ്, ചില മദ്യം കഴിച്ചാൽ ശാരീരികമായി ബന്ധപ്പെടേണ്ടി വരും. ചില മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അങ്ങനെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ തിന്മയും വ്യഭിചാരം നടക്കുന്നത്. ഹിപ്പികളുടെ സ്വർഗം എന്നറിയുന്ന 2 പ്രദേശത്താണ്. ഒന്ന് കോവളം, ഒന്ന് ഗോവ. ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്ന പ്രദേശങ്ങളിൽപ്പെട്ടതാണത്. ചില മയക്കുമരുന്നിനും ചില മദ്യത്തിനും അങ്ങനെ സ്വഭാവമുണ്ട്. ശാരീരികമായി അത് ബന്ധപ്പെട്ടേ കഴിയൂ. അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ എന്തോ ഒരു ബ്രാൻഡാണ് അന്ന് അവർ കഴിച്ച് ലക്ക് കെട്ടുപോയി. വന്ന് വീട്ടിൽ കയറിയപ്പോൾ പിന്നെ ഇവന് ഉറങ്ങാൻ കഴിയണില്ല. പിന്നെ എന്താ ഉണ്ടായതെന്ന് ഓർമ്മയില്ല. 1984 ഉസ്താദ് ഉമ്മർ മുസ്ലിയാരാണ് എനിക്ക് ബഹുമാനപ്പെട്ട അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നമ്മളെ മറ്റു ഉസ്താദന്മാർക്കൊക്കെ ബഹുമാനപ്പെട്ടവരാണ് എനിക്ക് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഒരു ദിവസം രാവിലെ 1984 സുബഹി നിസ്കരിച്ച് ഞങ്ങൾ മിഷ്കാത്തിൻ്റെ കിതാബിൽ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പഠിക്കാം പറഞ്ഞ് അങ്ങനെ വിശദീകരിച്ച സമയത്ത് ഉസ്താദ് ഒരു ഹദീസ് പറഞ്ഞു. ഹദീസ് ഓതി ബയാൻ ചെയ്തെന്നു. ഒരു കാലഘട്ടം വരും, അന്ന് മക്കൾ വികാര പൂർത്തീകരണത്തിന് ഉമ്മയെ സമീപിക്കും. അന്ന് ദജ്ജാലിൻ്റെ ഖുറൂജ് ഉണ്ടാവും. അങ്ങനെ ഉസ്താദ് കിതാബും കൊണ്ട് തിരിച്ചുപോയി. ഞങ്ങൾ അവിടെ കൂടെ ഇരുന്നിട്ട് പിന്നെ അകത്തെ പള്ളിയിലും പുറത്തെ പള്ളിയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇതിങ്ങനെ ചർച്ച ചെയ്തു. ഇതിന് എത്ര കൊല്ലം വേണ്ടി വരുമോ എങ്ങനെ. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന ഹുസൈൻ എന്നൊരാളുണ്ടായിരുന്നു. അയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന ഒരാളാണ്. അയാൾ പറഞ്ഞു, അയാൾ കുറച്ചും കൂടി ഞങ്ങളെക്കാൾ ഓതിയ ആളുമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ് ഒരു 500 കൊല്ലെങ്കിലും വേണ്ടി വരും, അല്ലാതെ ഉണ്ടാവില്ല. ഉമ്മാൻ്റെ അടുത്തേക്കൊക്കെ വ്യഭിചാരം കൊണ്ട് പോകണമെങ്കിൽ 500 കൊല്ലെങ്കിലും ഇല്ലാതെ അതൊന്നും നടക്കൂല എന്നിങ്ങനെ ഹുസൈൻ പറഞ്ഞത് 1984 എന്ന്. എൻ്റെ ഇവിടെ എത്ര സംഭവമാണ് ഈ വിഷയത്തിലുള്ളതെന്ന് കൈ ഉണക്കില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ ഈ പരിപാടികളൊക്കെ പോകുമ്പോൾ പല ആളുകളും രഹസ്യം നമ്മളോട് പറയും. ഇത്തരം വിഷയങ്ങൾ ഗൗരവം, സമൂഹത്തിൻ്റെ ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ അടുത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നമ്മളെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായി ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രഹസ്യങ്ങൾ പറഞ്ഞു തരും. അത് പത്രത്തിനും വരില്ല, വേറൊരാളോട് പറയില്ല, വാതിനും പറയില്ല, ഒന്നും പറയില്ല. ഈ ഒരു സംഭവം, ഇതുപോലത്തെ ഒരു സംഭവം ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരു മഹല്ലിൽ പ്രസംഗിച്ചപ്പോൾ അവിടുത്തെ കാളി പറഞ്ഞു, നിങ്ങൾ എന്താ ഒരു സംഭവത്തെ പറ്റി പറയുന്നു? ഇതുപോലത്തെ 5 സംഭവം 12 കൊല്ലത്തിനുള്ളിൽ ഈ മഹല്ലിൽ ഉണ്ടായത് എനിക്കറിയാം. എൻ്റെ അടുത്ത് കേസ് വന്നിട്ടുണ്ട്. 12 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 5 സംഭവങ്ങൾ. ഉമ്മയെ വ്യഭിചരിക്കാൻ പോയ മക്കളുടെ സംഭവം എൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കണം, സൊസൈറ്റിക്ക് വന്നിട്ടുള്ള വ്യതിയാനത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതിന് ഒരുപാട് ചേരുവകളുണ്ട്. ഈ ചേരുവകളുടെ മുഴുവനും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ വറത്തുൽ അമാനിയു, കൊതികൾ, വ്യാമോഹങ്ങൾ നമ്മെ വഞ്ചിച്ചതാണ്.
ബേസ് അതാണ്, കൊതിയാണ്. അമാനി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, കൊതി മനുഷ്യനെ വഞ്ചിച്ച് കളയുന്നു. ചിലപ്പോൾ കൊതി വഞ്ചിക്കും, ആഗ്രഹങ്ങളും കൊതികളും മനുഷ്യനെ വഞ്ചിച്ച് കളയും. ദുനിയാവ് നേടാനുള്ള ത്വര നമ്മളെ സത്യത്തിൽ വഞ്ചിച്ച് കളഞ്ഞതാണ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഇനി നിങ്ങളൊക്കെ കാര്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ചെന്നേ ഉള്ളൂ. എല്ലാവരും മനസ്സ് തുറന്നിട്ട് ഇതൊക്കെ ചിന്തിക്കുക. എത്ര വലിയ മുൻകരുതലാണ് ബഹുമാനപ്പെട്ട സത്യദീൻ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിനുള്ള മോചനം, പരിഹാരം എന്നുള്ളത് നമ്മൾ കൂടിയിരുന്ന് ആലോചിക്കുക. ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരുന്ന് ആലോചിച്ചാലോ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയും. ഒരു പ്രധാനപ്പെട്ട വില്ലൻ, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മനസ്സെന്ന് പറയാം, ഒരു പ്രധാനപ്പെട്ട വില്ലൻ ഗൾഫാണ്. പക്ഷേ ഗൾഫിനെ നിരുത്സാഹപ്പെടുത്താൻ പണ്ഡിതന്മാർ തന്നെ വിചാരിക്കണം. പക്ഷെ പണ്ഡിതന്മാർ അത് വിചാരിക്കാൻ സാധ്യത കുറവാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഏകദേശം പണ്ഡിതന്മാർക്കൊക്കെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ വരുമാനം ഏകദേശം വരുന്നത് ഗൾഫിൽ നിന്നാണ്. അപ്പൊ ധാർമ്മികത എന്നത് പലപ്പോഴും അവർക്ക് അവിടെ മുഖവിലക്കെടുക്കാൻ കഴിയൂല. അടിസ്ഥാനപരമായി ഇതിന്റെ പ്രശ്നം ഗൾഫാണ്, അടിസ്ഥാനം ഗൾഫാണ്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയ സ്വഭാവങ്ങൾ മറ്റുള്ളവരിലേക്കും വ്യാപിക്കും. എത്രത്തോളമൊക്കെ അതിന് പരിഹാരം ഉണ്ടാക്കും. ഗൾഫിനെ നിരുത്സാഹപ്പെടുത്തിയ ഒരു വാള് പോലും പറഞ്ഞിട്ട്, ഞാൻ ഈ നാട്ടിൽ തന്നെ ഈ ഇരിക്കുന്ന സ്റ്റേജിൽ ഗൾഫ് ജീവിതം കത്തുപാട്ടിനും അപ്പുറം എന്ന ഒരു വിഷയം പറയാൻ വേണ്ടി വന്ന ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, 2 കൊല്ലം മുമ്പ് അല്ലേ? ഇന്ന് ഞങ്ങൾ തുറന്ന് പറയാണ്, ആ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല. ആ വിഷയം ഞാൻ പറയാൻ വേണ്ടി വന്നതിന് ഇന്ന് കൊണ്ടുവന്ന ഒരു സ്ക്രിപ്റ്റും അന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. അന്ന് വേറൊരു വിഷയമാണ് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ അന്ന് വളരെ പ്രധാനപ്പെട്ട പല ആളുകളും തലേ ദിവസം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ആ വിഷയം അങ്ങനെ പറയാൻ പാടില്ല. ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളും പണ്ഡിതന്മാരടക്കം എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ആ വിഷയം പറഞ്ഞു പോകരുത്, ആ വിഷയം പറഞ്ഞാൽ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അത് പറയണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ സമയങ്ങളാണ് കഴിച്ചുകൂട്ടുക ചെയ്തത്. ഒരു പാട്ടും പാടിയിട്ട്, ഒരു വയസ്സനായ മനുഷ്യൻ ഒരു കത്തുപാട്ടിൻ്റെ പാട്ടും പാടിയിട്ട് അന്ന് അങ്ങനെയൊക്കെയാണല്ലോ. പിന്നെ പരിമിതികളും പരിധികളൊക്കെ ധാരാളമുള്ള ഒരു കാലവുമായിരുന്നു ആ കാലം. അതുകൊണ്ട് ആ പരിധിയിൽ ഞാൻ ഒതുങ്ങുകയും ചെയ്തു. ആ വിഷയം പറയാതെ പോവുകയാണ് ചെയ്തത്. ധാരാളം വിഷയങ്ങൾ അതിൽ പറയാനുണ്ടായിരുന്നു, ഒന്നും പറഞ്ഞില്ല. അത് ഗൾഫുകാരെ തൊലി ഉരിക്കലാകും, അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട പല ആളുകളും ഫോൺ ചെയ്ത് പറഞ്ഞുകൊണ്ട് ആ വിഷയം ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ആ വിഷയമല്ല. പല ആളുകളും ആ വിഷയത്തെക്കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ തിരിഞ്ഞളയാറുണ്ട്. എന്തുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞൊരു വിഷയമല്ലത്. പിന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം എനിക്ക് കേൾക്കേണ്ടതുമില്ല. അത് ഞാൻ മനസ്സറിഞ്ഞ് പറഞ്ഞിട്ടുമില്ല. അതിൻ്റെ വിഷയമേ ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട വില്ലനെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും യോജിച്ചിട്ട് അടിസ്ഥാനപരമായ സത്യത്തെ മനസ്സിലാക്കിയിട്ട് പ്രതികരിച്ച പ്രശ്നം പരിഹരിക്കും. ചിന്തിക്ക്. ഇവിടെ ഇപ്പം മമ്മൂട്ടി സാഹിബ് പറഞ്ഞ ഒരു സംബന്ധം ഉണ്ടല്ലോ. ഞാൻ ഇത് സംബന്ധമായി കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ ഒരുപാട് സൈക്കോളജിക്കൽ കൗൺസിലർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. പല ആളുകളും എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിച്ചു, പല ആളുകളെ ഞാൻ ഫോൺ ചെയ്ത് സംസാരിച്ചു. എറണാകുളത്ത് പോയി ചില ആളുകളെ കണ്ടു. ഈ 1-2 ആഴ്ച തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് യാത്ര പോലും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു അടിസ്ഥാനപരമായ സത്യം, നമ്മുടെ സൊസൈറ്റിയിൽ ശക്തമായ മാറ്റങ്ങൾ വരണമെങ്കിൽ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ നിൽക്കുക എന്നുള്ള ഒരു സാഹചര്യം വരണം. പക്ഷെ നമ്മൾക്ക് എത്രത്തോളം അതിന് കഴിയും എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തതിന് പരിഹാരം? പിന്നെ ഇതിന് പരിഹാരം, ഞാൻ പരിഹാരം സൊല്യൂഷൻ ഒറ്റ വാക്കുകൊണ്ട് പറയാം. കൃത്യമായ ഒരു പരിഹാരം, എല്ലാവരും ഇതിനെക്കുറിച്ച് ഗൗരവമായി ഇരുന്നിട്ട് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരണം. തീരുമാനം എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും. ഞാൻ പറയാൻ വന്നുപോയ വിഷയം, പെട്ടെന്ന് വിട്ടുപോയി പറയാൻ വന്ന വിഷയം, ഈ സൈക്കോളജിക്കൽ കൗൺസിലർമാരെല്ലാം എന്നോട് പറഞ്ഞത്, അവർക്ക് ക്ലിനിക്ക് ഉള്ളവരുണ്ട്, അല്ലാതെ മൊബൈലായിട്ട് തന്നെ പോയിട്ട് ഇങ്ങനെ കൗൺസിൽ ചെയ്ത് കൊടുക്കുന്ന ആളുകളുമുണ്ട്. അത്രയും ആളുകളൊക്കെ ഞാൻ ഈ 1-2 ആഴ്ചകളിൽ കണ്ടു.
അവരെല്ലാം എന്നോട് പറഞ്ഞത് പല മതക്കാരും അവരടുത്ത് ഈ കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. ഇവിടെ മമ്മൂട്ടി സാഹിബ് മെല്ലെ ഒന്ന് സൂചിപ്പിച്ചു, ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ എന്നത് ഇവരൊക്കെ അവരടുത്ത് കൗൺസിലിങ്ങിന് വരുന്നത്